മണ്ഡലത്തിൽ തോൽവി ഏറ്റുവാങ്ങാൻ ഇനി സുരേന്ദ്രനെ കിട്ടില്ല. നേതാവ് നാടുവിടുന്നൊന്നുമില്ല. പകരം ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ചെറുതായി രാജിവെക്കാൻ ഒരുങ്ങുകയാണ്. പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിലാണ് നേതാവിന്റെ ഈ രാജിവെക്കാൻ തയ്യാറാണ് എന്ന് സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ സുരേന്ദ്രന്റെ ആവശ്യം കേന്ദ്ര നേതൃത്വം തള്ളിയെന്നാണ് അദ്ദേഹവുമായുള്ള അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. അതിനിടെ ഇന്ന് 12 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്നും കെ സുരേന്ദ്രൻ അറിയിച്ചിട്ടുണ്ട്. പാലക്കാട്ടെ ഉപതിരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുവെങ്കിലും സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രനാണ് തോൽവിക്ക് കാരണമെന്നാണ് സുരേന്ദ്രൻ ആരോപിക്കുന്നത്. കേന്ദ്ര നേതൃത്വത്തിനു മുന്നിലും ഈ ആരോപണങ്ങൾ സുരേന്ദ്രൻ ഉയർത്തിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ശോഭാ സുരേന്ദ്രനും ശോഭയെ അനുകൂലിക്കുന്ന 18 നഗരസഭാ കൗൺസിലർമാരും ചേർന്നാണ് പാലക്കാട്ടെ ബി.ജെ.പിയുടെ മുന്നേറ്റം അട്ടിമറിച്ചതെന്നാണ് സുരേന്ദ്രന്റെ ആരോപണം. ശോഭാ സുരേന്ദ്രന്റെ ഡ്രൈവറുടെ നേതൃത്വത്തിൽ കണ്ണാടി മേഖലയിൽ വോട്ട് മറിച്ചു. മിതേഷ്, മീനാക്ഷി, ദിവ്യ, സാബു തുടങ്ങിയ നഗരസഭാ കൗൺസിലർമാർ എൻ.ഡി.എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനെതിരെ പ്രവർത്തിച്ചതായും സുരേന്ദ്രൻ ആരോപിക്കുന്നുണ്ട്. പാലക്കാടിലെ ഉപതിരഞ്ഞെടുപ്പ് തോൽവി സഹപ്രഭാരിയുടെ നേതൃത്വത്തിൽ അന്വേഷണമെന്നാണ് സുരേന്ദ്രൻ പക്ഷത്തിന്റെ ആവശ്യം. സംസ്ഥാനത്തെ ബി.ജെ.പിയുടെ A+ മണ്ഡലങ്ങളിലൊന്നാണ് പാലക്കാട്. ഇവിടെ പരാജയപ്പെട്ടു എന്നതിലുപരിയായി വോട്ടിൽ വലിയ ചോർച്ചയുണ്ടായി എന്നതാണ് ബി.ജെ.പിക്ക് തിരിച്ചടിയായത്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവസാന നിമിഷമാണ് ബി.ജെ.പി. പാലക്കാട് തോൽവി സമ്മതിച്ചത്. അന്ന് ഇ ശ്രീധരൻ UDF-ലെ ഷാഫി പറമ്പിലിന് കനത്ത വെല്ലുവിളി ഉയർത്തിയിരുന്നു. അവസാന നിമിഷം കേവലം 3000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമായിരുന്നു സിറ്റിംഗ് MLA ആയ ഷാഫി പറമ്പിലിന് ലഭിച്ചത്. അതിനാൽ തന്നെ ഇത്തവണ ഷാഫി ഇല്ലാത്ത പാലക്കാടിൽ ജയിക്കാമെന്നായിരുന്നു ബി.ജെ.പിയുടെ പ്രതീക്ഷ. കഴിഞ്ഞ 3 തിരഞ്ഞെടുപ്പുകളിലായി ബി.ജെ.പി 2ാം സ്ഥാനത്തെത്തുന്ന മണ്ഡലമാണിത്. 2016 ശോഭാ സുരേന്ദ്രന് 40,000-ഓളം വോട്ടും ഇവിടെ ലഭിച്ചിരുന്നു. ഇത്തവണയും ശോഭയെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു ഒരു വിഭാഗത്തിന്റെ ആവശ്യം. എന്നാൽ ഇത് തള്ളിയ ഔദ്യോഗിക പക്ഷം സി കൃഷ്ണകുമാറിനെയാണ് സ്ഥാനാർത്ഥിയാക്കിയത്. കൃഷ്ണകുമാറിന് 37,000 വോട്ട് മാത്രമാണ് നേടാനായത്. മികച്ച സാധ്യതയുള്ള ശോഭാ സുരേന്ദ്രന് പകരം കൃഷ്ണകുമാറിനെ കൊണ്ടുവന്നത് ശരിയായില്ലെന്ന വിമർശനമാണ് സുരേന്ദ്രന് നേരെ ഉയരുന്നത്. ഏതായാലും പാലക്കാട്ടെ തിരിച്ചടിയുടെ ഞെട്ടലിലാണ് ബി.ജെ.പി. ക്യാമ്പ്. ശക്തി കേന്ദ്രമായ നഗരസഭയിലടക്കം വലിയ വോട്ട് നഷ്ടമാണ് പാർട്ടിക്കുണ്ടായത്. ഏകദേശം 10,000-ഓളം വോട്ടാണ് നഗരസഭാ പരിധിയിൽ ബി.ജെ.പിക്ക് നഷ്ടമായത്. അപ്രതീക്ഷിത തിരിച്ചടിക്ക് പിന്നാലെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനുമെതിരെ പാർട്ടിയിൽ പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞു.